നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കണക്കാക്കാൻ പറ്റാത്തത്ര കാലം ഇവിടെ രാജഭരണമാണ് ഉണ്ടായിട്ടുള്ളത്. യഥാ രാജ തഥാ പ്രജ എന്നൊരു പഴമൊഴി തന്നെ നമുക്കുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? രാജാവ് എങ്ങനെ ഇരിക്കുമോ അങ്ങനെയാകും പ്രജകളും. രാജാ ശ്രേഷ്ഠനായാൽ പ്രജകൾക്കും ശ്രേഷ്ഠത വരും. രാജാ ധർമ്മിഷ്ഠനായാൽ പ്രജകൾ ധർമ്മിഷ്ഠരാകും. രാജാവിന് നല്ല സ്നേഹവും വാത്സല്യവും കാരുണ്യവും പ്രജകൾക്കുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും അതേമാതിരിയുള്ള ഒരു പ്രതികരണം ഉണ്ടാവും. ആളൊരൊറ്റ ആളാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠനായിരിക്കുന്ന ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നുവോ പ്രവർത്തിക്കുന്നുവോ, പ്രത്യേകിച്ചും മനുഷ്യർക്ക് കാണാവുന്ന തരത്തിൽ, ബാക്കിയുള്ളവരും അതുപോലെയാണത്രേ ആചരിക്കുക. ആരും സ്വയം ചിന്തിച്ച് അവനവൻ്റെ വഴി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. കൂടുതൽ പേരും നയിക്കപ്പെടുന്നവരാണ്. നയിക്കാനുള്ളവർ വളരെ കുറയും. രാപ്പകൽ ചിന്തിക്കേണ്ടി വരും. ജനങ്ങൾക്ക് നല്ലതെന്താ, എന്താണ് നല്ലത്, എവിടെയാണ് തെറ്റ്, പരിശോധന വേണ്ടതോളം വേണം. പലർക്കും അതിന് സമയം ഉണ്ടാവില്ല, താല്പര്യവുമില്ല. അപ്പോൾ രാജാവ് എങ്ങനെ ജീവിക്കുന്നുവോ പ്രവർത്തിക്കുന്നുവോ എന്തെല്ലാം അനുസരിക്കുന്നുവോ അതെല്ലാമാണ് പ്രജകളും അനുസരിക്കുക. അപ്പോൾ രാജഭരണത്തിൽ കഴിഞ്ഞ നമ്മൾ യഥാ രാജ തഥാ പ്രജ എന്നൊരു പഴമൊഴി തന്നെ ഇവിടെ ഉണ്ടാക്കി. എങ്ങനെ ഇരിക്കുമോ രാജാവ് അങ്ങനെ ഇരിക്കും പ്രജകൾ.